തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കൽ ജോലിക്കാരുടെയും സഹായികളുടെയും അക്കൗണ്ടിലൂടെ നടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. ജീവനക്കാർ അറിയാതെയാണ് ഇവരുടെ പേരിൽ അക്കൗണ്ട് തുറന്ന് ഇടപാടുകൾ നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് മോൻസന്റെ പണമിടപാടുകൾ. ഡ്രൈവറായിരുന്ന അജി നെട്ടൂരിന്റെ അക്കൗണ്ടിൽ മാത്രം 2 വർഷത്തിനുള്ളിൽ എത്തിയത് 2.5 കോടി രൂപ. നൂറുകണക്കിന് ആളുകളാണ് 5000-വും 10,000-വും തുടങ്ങി ലക്ഷങ്ങൾ വരെ നിക്ഷേപിച്ചിരിക്കുന്നത്. സഹായികൾ, ബിസിനസ് പങ്കാളികൾ തുടങ്ങി പലരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. ATM വഴി ലക്ഷങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. അക്കൗണ്ടിനെ പറ്റിയോ പണമിടപാടുകളെക്കുറിച്ചോ അറിയില്ലായിരുന്നുവെന്നാണ് മുൻ ഡ്രൈവർ അജി നെട്ടൂർ പറയുന്നത്. ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കാണിച്ചു തന്നത്. അതിനകത്താണ് 2.5 കോടി രൂപയുടെ അടുത്ത് ട്രാൻസാക്ഷൻ വന്നിരുന്നത്. ഒരു ഡോക്ടർ റാമിന്റെ പേരിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരു അനൂപ് അഹമ്മദ്, ശ്രീവത്സം ഗ്രൂപ്പ്, പിന്നെ ഐപ്പോശി, അങ്ങനെ കുറെ ആൾക്കാരുടെ പേരിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നേക്കുന്നത് കാണാം. അതുകൂടാണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് ജെയ്സൺ, അതുപോലെ ഡോക്ടർ മോൻസൺ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. മോൻസന്റെ സഹായികളായ ജോഷി, ജെയ്സൺ, വനിതാ ജീവനക്കാർ എന്നിവരുടെ പേരിലുള്ള അക്കൗണ്ടുകളിലും കോടികളുടെ ഇടപാടുകൾ നടന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. മോൻസന്റെ സ്ഥാപനമായ കലിംഗ കല്യാൺ ഡയറക്ടർമാരായ രാജീവ്, ഐപ്കോശി, യശ്വന്ത്, കെ രാമചന്ദ്രൻ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് നിരവധി ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഇതിൽ പാലക്കാട് സ്വദേശിയും ബംഗളൂരുവിൽ താമസക്കാരനുമായ രാമചന്ദ്രൻ കോടികളാണ് പലതവണയെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇവർ തട്ടിപ്പിന് ഇരയായവരാണോ അതോ തട്ടിപ്പിന്റെ വിഹിതം കൈപ്പറ്റിയവരാണോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി അനീഷാണ് ചേരുന്നത്. അനീഷ്, വളരെ നിർണായകമാണ് ഈ വിവരങ്ങൾ. ഇത്രയും കാലം മോൻസൺ ബെനാമി ഇടപാടുകൾ നടത്തിയിരുന്നു, അയാളുടെ സ്റ്റാഫ് വഴി പല ഇടപാടുകളും നടത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ, വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൃത്യമായ തെളിവും വരുന്നു, അല്ലേ? തീർച്ചയായും ഈ അജിക്കും മറ്റും തൻ്റെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്തു അല്ലെങ്കിൽ തൻ്റെ പേരിൽ അക്കൗണ്ട് എടുത്തു എന്ന സൂചനകൾ ലഭിച്ചെങ്കിലും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ ഈ രേഖകൾ കാട്ടിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം 2.5 കോടി രൂപയുടെ ഇടപാടുകളാണ് 2 വർഷത്തിനുള്ളിൽ അജിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ നടന്നിരിക്കുന്നത്. ഒപ്പം ജെയ്സൺ, ജോഷി എന്നിങ്ങനെയുള്ള മറ്റു ചില ജീവനക്കാരുടെ പേരിലും കോടികളുടെ ഇടപാടുകൾ തന്നെ നടന്നിരിക്കുന്നു. ഒപ്പം വനിതാ ജീവനക്കാരുടെ പേരിലും അക്കൗണ്ടുകൾ തുറക്കുകയും അതിലൂടെയും വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. 5000, 10,000 തുടങ്ങി ലക്ഷങ്ങൾ വരെയുള്ള ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഈ അക്കൗണ്ടിലേക്ക് പണം വരുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ ഇതിനകം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ അക്കൗണ്ടിൽ നിന്ന് പണം പോയ ആളുകളുടെ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുകയാണ്. ഇതിലേറ്റവും പ്രധാനം ഈ കലിംഗ കല്യാൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു മോൻസന്റെ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്. ഇതിലെ ഡയറക്ടർമാരായ രാജീവ്, ഐപ്കോശി, യശ്വന്ത്, കെ രാമചന്ദ്രൻ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് നിരവധി തവണ പണം പോവുകയും അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് നിരവധി തവണ പണം ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമ്പനിയും കൃത്യമായൊരു നിരീക്ഷണത്തിൻ്റെ കീഴിലാണ്. ഇപ്പോൾ ഈ ഐപ്കോശി, രാമചന്ദ്രൻ, യശ്വന്ത് അടക്കമുള്ള ആളുകളെ അധികം വൈകാതെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്ന വിവരങ്ങളുമുണ്ട്. മറ്റ് കടലാസ് സംഘടനകളും ഇത്തരത്തിൽ ഈ അക്കൗണ്ടിൽ നിന്നുള്ള പണം പോക്കിൻ്റെയും വരവിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. അനീഷ്, നേരത്തെയുള്ള പല പരാതിക്കാരുടെയും പ്രശ്നം അവർ പണം നൽകിയത് നേരിട്ടാണ്, അത് തന്നെ പലതും എങ്ങനെയൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല, കൃത്യമായ തെളിവുകളില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലൂടെ അത് കൃത്യമാവുമ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് പോകാൻ കുറച്ചും കൂടി എളുപ്പമാവും കാര്യങ്ങൾ. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തെ ഏറെ സഹായിക്കുന്ന തരത്തിലാണ് ഈ അക്കൗണ്ടുകളിൽ നിന്നുള്ള പണത്തിൻ്റെ പോക്കും വരവും. താൻ നേരിട്ട് പണം വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ തൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇവരാരും ഇട്ടിട്ടില്ല എന്ന വാദമാണ് മോൻസൺ ആദ്യം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ആ വാദം പൊളിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം ഈ അജി നെട്ടൂരിൻ്റെ അക്കൗണ്ടിൽ മാത്രം 2.5 കോടി എത്തുമ്പോൾ മറ്റ് ജെയ്സൺ അടക്കമുള്ള, ജോഷി അടക്കമുള്ള ആളുകളിൽ നിന്നായി ഏതാണ്ട് 9.5 കോടി രൂപയുടെ ഇടപാടുകൾ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നേരിട്ട് മോൻസന്റെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടില്ല എങ്കിൽ പോലും ഇതൊരു നെറ്റ്വർക്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഈ അനൂപ് മുഹമ്മദ് അജിയുടെ അക്കൗണ്ടിലേക്ക് പണം ഇടുന്നു, അജിയുടെ അക്കൗണ്ടിൽ നിന്നും പിന്നീട് രാമചന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് പണം പോകുന്നു, രാമചന്ദ്രനിൽ നിന്നും യശ്വന്തിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വീണ്ടും മോൻസണിലേക്ക് വരുന്നു. ഇങ്ങനെ പല കൈമറിഞ്ഞാണ് ഈ പണം ഒഴുകി പോകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിക്കപ്പെടില്ല എന്നൊരു കണക്കൂട്ടലാണ് മോൻസൺ ഉണ്ടായിരുന്നത്. ആ രീതിയിൽ തന്നെയാണ് വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ കോടികൾ നമുക്ക് മുന്നിൽ കൃത്യമായ രേഖകളായി വരുന്നു. പറഞ്ഞു കേട്ട ഒരു കഥയല്ല, മറിച്ച് തെളിവുകളായി തന്നെ പണത്തെക്കുറിച്ചുള്ള ട്രാൻസാക്ഷനുകൾ, പണത്തിൻ്റെ ഇടപാടുകൾ അച്ചടിച്ച് വെച്ച് കൃത്യമായി ഒരു സ്റ്റേറ്റ്മെന്റായി വരുമ്പോൾ ഈ കാര്യങ്ങൾ അതീവ കൗതുകകരമായാണ് ഈ പണത്തിൽ. അനീഷ്, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തരുന്ന അല്ലെ അനീഷ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇതനുസരിച്ച് ഈ ചെറിയ ചെറിയ തുകകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ക്രൗഡ് ഫണ്ടിങ്ങോ അങ്ങനെ വല്ല ഏർപ്പാടും ഇയാൾക്കുണ്ടായിരുന്നോ? അതായത് വലിയ ഇടപാടുകൾ കൂടാതെ ചെറിയ ചെറിയ എമൗണ്ടുകളും വരുന്നു. അതിനെ പറ്റിയിട്ട് ക്രൈംബ്രാഞ്ച് എന്താ പറയുന്നത്? അത് ഇതിൽ നേരത്തെ തന്നെ പുരാവസ്തു ശേഖരങ്ങൾ വിറ്റിട്ടില്ല എന്നൊരു വാദമാണ് മോൻസൺ പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് ഈ രേഖകളിൽ നിന്നും വ്യക്തമാകുന്നതനുസരിച്ച് ഇത്തരത്തിൽ പുരാവസ്തു കച്ചവടം നടത്തിയെന്ന് തെളിയിക്കുന്ന പല ട്രാൻസാക്ഷൻസും ഈ അക്കൗണ്ടുകളിൽ നടന്നിട്ടുണ്ട്. ഓരോ ആൻറ്റിക് സ്ഥാപനങ്ങളുടെ പേരിൽ തന്നെ പണം വരികയും പോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റിടങ്ങളിൽ നിന്നും ചെറിയ ചെറിയ രീതികളിൽ പണം വന്നിട്ടുണ്ട്. ഒപ്പം പണത്തിൻ്റെ ഒഴുക്കും വളരെ രസകരമാണ്. കാരണം തുണിക്കടകളിലും മറ്റുമൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ലുകൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒപ്പം കൂടി നടിമാരുടെയും മറ്റു യുവതികളുടെയും വനിതാ ജീവനക്കാർക്ക് വേണ്ടിയും ഒക്കെ തുണികൾ വാങ്ങുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത്തരത്തിൽ മുന്തിയ തുണിക്കടകളിൽ നിന്നാണ് ഇത്തരത്തിലെ ഇടപാടുകൾ കൂടുതലും നടന്നിരിക്കുന്നത്. എന്തായാലും പോലീസിനും ഈ ചെറിയ പണത്തിൻ്റെ ഇടപാടുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം ആയി വരുന്നതേ ഉള്ളൂ. അവർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് പുരാവസ്തു ശേഖരങ്ങൾ വിൽക്കുന്നില്ല എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ വിൽപ്പന നടന്നിരുന്നു, മറ്റ് സമാനമായ എന്തൊക്കെയോ ഇടപാടുകൾ, ദുരൂഹമായ ഇടപാടുകൾ ഉണ്ട് എന്നാണ്. എന്തായാലും ഈ ഐപ്പ് കോശി, രാജീവ് എന്നിവരടക്കമുള്ള ഈ കലിംഗ കല്യാൺ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർമാർ ഇപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൻതോതിലുള്ള പണമാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്നും മോൻസന്റെ സഹായികളുടെ അക്കൗണ്ടിലേക്കും ഈ മോൻസന്റെ സഹായികളുടെ അക്കൗണ്ടിൽ നിന്നും തിരിച്ചും പോയിരിക്കുന്നത്. ഇതിൽ രാമചന്ദ്രൻ ആളുടെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വീതം പല തവണ ഒഴുകിയിട്ടുണ്ട്, മറിച്ചും മറ്റ് അക്കൗണ്ടുകളിൽ നിന്ന് ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാമചന്ദ്രനും മറ്റുമൊക്കെ ഈ തട്ടിപ്പിൽ എന്താണ് പങ്ക്? രാമചന്ദ്രൻ ഈ തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ടയാളാണോ, അല്ലെങ്കിൽ അത് രാമചന്ദ്രൻ്റെ പണമാണോ? ഇനി ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവരാരും ഈ ഐപ്പ് കോശിയും രാമചന്ദ്രനും ഒന്നും ഒരു കാര്യവും പുറത്തു പറയാതെ നഷ്ടപ്പെട്ട പണം പോട്ടെ എന്ന് കരുതി ഇരിക്കുന്നവരാണോ എന്നും പറയാൻ കഴിയുന്നില്ല. ഈ ഐപ്പ് കോശിയൊക്കെ നമ്മൾ നേരത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അവരൊന്നും ഒരു വിവരവും പുറത്ത് പറയുന്നുമില്ല. ഗോപി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കുമായി സംഘടിപ്പിച്ച ചടങ്ങുകളും സമ്മാനങ്ങളും അന്വേഷണ സംഘത്തോട് വിശദീകരിച്ച മോൻസൺ മാവുങ്കൽ. പിറന്നാൾ ആഘോഷങ്ങൾ തുടങ്ങി വയറുകാണൽ ചടങ്ങ് വരെ നടത്തിയതായി മോൻസൺ അവകാശപ്പെടുന്നു. ചടങ്ങുകളുടെ ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സ്വകാര്യ ചടങ്ങുകളിൽ സജീവമായിരുന്ന 2 യുവനടികളുടെ വിവാഹ ചെലവുകൾ വഹിച്ചത് താനാണെന്ന് മോൻസൺ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വിവാഹത്തിനൊപ്പം പിറന്നാൾ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സിനിമാ സീരിയൽ താരം നിഷ സാരംഗിന്റെ പിറന്നാൾ പാർട്ടി നടത്തിയത് ക്രൂയിസ് ഷിപ്പിലാണ്. നടി പേർലി മാണിയുടെ വയറുകാണൽ ചടങ്ങിനും മോൻസൺ ആതിഥ്യം വഹിച്ചു. നടനും അയൽവാസിയുമായ ബാലയ്ക്ക് വില കൂടിയ ഷർട്ടുകൾ, സ്യൂട്ടുകൾ, ഷൂസ്, മോതിരം, സോഫ മസാജർ എന്നിവ സമ്മാനിച്ചതായി മോൻസൺ പറയുന്നു. ഗായകൻ MG ശിവകുമാറിന് മോതിരം, ഭാര്യയ്ക്ക് റോളക്സ് വാച്ച്, ലാലു ലക്സിനും വാച്ച് സമ്മാനിച്ചപ്പോൾ നടൻ ശ്രീനിവാസന്റെ ആയുർവേദ ചികിത്സാ ചെലവുകളാണ് വഹിച്ചത്. ശ്രീനിവാസന്റെ സഹായി ആന്റണിക്കൊപ്പം ചേർന്ന് റെസ്റ്റോറന്റ് നടത്തുന്നതിനും സിനിമ നിർമ്മിക്കുന്നതിനും പദ്ധതി ഉണ്ടായിരുന്നു. വനിതകളുടെ വസ്ത്രം വാങ്ങുന്നതിനും മുന്തിയ കടകളിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മോൻസന്റെ വീട്ടിൽ തന്നെയാണ് പ്രവാസി മലയാളി ഫെഡറേഷന്റെ ഓഫീസ് പ്രവർത്തിച്ചത്. സംഘടനയുടെ ഓഫീസ് നിയന്ത്രിച്ചത് മോൻസനാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് അനിതയും ജോസ് കാനാട്ടുമാണ്. വിനീഷാണ് ചേരുന്നത്. വിനീഷ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, പ്രവാസി മലയാളി ഫെഡറേഷന്റെ ആസ്ഥാനമായി പ്രവർത്തിച്ചത് ഈ മോൻസന്റെ വീടാണെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കലൂരുള്ള വീട്ടിലാണ്
ഇത് സംബന്ധിച്ച് കൃത്യമായി തന്നെ അവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ഇതിന് ചുക്കാൻ പിടിച്ചത് ഈ പ്രവാസി മലയാളി ഫെഡറേഷന്റെ ഗ്ലോബൽ കൺവീനറായിരുന്ന വനിതാ കൺവീനറായിരുന്ന അനിതയായിരുന്നു. ഒപ്പം തന്നെ ജോസ് കാനാട്ടുമായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്ത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പല പ്രമുഖരെയും ഇവിടെ എത്തിച്ചത് അനിതയാണ് എന്നും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അനിതയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ചിത്രങ്ങൾ, അതായത് ഈ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ളവരെ നിർദ്ദേശം നൽകിയത് അവരെല്ലാം തന്നെ എത്തിക്കണം. പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെയും പോലീസുകാരെയും എല്ലാം എത്തിക്കാനുള്ള ചുമതല അനിതയ്ക്കാണ് നൽകിയത് എന്നുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു പ്രവാസി സംഘടനയുടെ ഓഫീസ് പോലും പ്രവർത്തിച്ചിരുന്നതും അത് നിയന്ത്രിച്ചിരുന്നതും ഇയാളെ പോലെ ഒരു തട്ടിപ്പുകാരനാണ് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി വിനേഷ്. മോൺസൺ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ പോലീസുകാർക്ക് സ്ഥലം മാറ്റം. എറണാകുളം ACP ലാൽജിക്ക് പ്രമോഷനോടെ എറണാകുളം ASP ആയാണ് സ്ഥലം മാറ്റം. ചേർത്തല CA ശ്രീകുമാറിനെ പാലക്കാട് ക്രൈംബ്രാഞ്ചിലേക്കും സ്ഥലം മാറ്റി. ശ്രീകുമാർ മോൺസന് വേണ്ടി വഴിവിട്ട് ഇടപെട്ടുവെന്ന് ഡ്രൈവർ അജിത്ത് ആരോപണം ഉന്നയിച്ചിരുന്നു. ശബ്ദരേഖകളടക്കം പുറത്തുവിടുകയും ചെയ്തിരുന്നു. മോൺസന്റെ വീടുള്ള സ്റ്റേഷൻ പരിധിയായ എറണാകുളം നോർത്തിലെ CI സിബി ടോമിന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് സ്ഥലമാറ്റമുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ മുതൽ DGP വരെയുള്ളവരുടെ യോഗമാണ് വൈകിട്ട് ചേരുന്നത്. ഓൺലൈനായാണ് യോഗം. പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടക്കം മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കും എന്നാണ് സൂചന. കണ്ണൂർ ചിറ്റാരിപ്പറമ്പിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. പരോളിലിറങ്ങിയ പ്രതിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി. പരിക്കേറ്റ കണ്ണവം SI VP ബഷീർ കൂത്തുപറമ്പ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പരോളിലിറങ്ങിയ പ്രതി മഹേഷും കണ്ടാൽ അറിയാവുന്നവർ ഉൾപ്പെടെ 20ഓളം CPM പ്രവർത്തകർക്കെതിരെയാണ് കണ്ണവം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ ഭവാനിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി മുന്നിൽ. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ മുതൽ ലീഡ് ചെയ്യുന്ന മമത ഇപ്പോൾ 6000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, പലയിടത്തും തൃണമൂലിന്റെ ആഹ്ലാദ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. എങ്ങനെയാണ് ലീഡിന്റെ നില? ക്രമാനുഗതമായി ലീഡ് കൂടുകയാണോ? എന്താണ് അവസ്ഥ? ഗോപികൃഷ്ണൻ, ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 4 മിനിറ്റുകൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ അപ്ഡേഷൻ അനുസരിച്ച് 12,435 വോട്ടുകൾക്ക് ഭവാനിപൂരിൽ മമതാ ബാനർജി മുന്നിട്ട് നിൽക്കുകയാണ്. അതായത് മമതാ ബാനർജി ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി BJPയുടെ പ്രിയങ്ക ടെബ്ബർവാളിനേക്കാൾ 12,435 വോട്ടുകളുടെ ലീഡ് ആണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. ഇത് മറികടക്കുക എന്നത് ഇനി എതിർ സ്ഥാനാർത്ഥികൾക്ക് സാധ്യമല്ലാത്ത സാഹചര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് പോകുന്നത്. 21 റൗണ്ട് വോട്ടുകളാണ് ആകെ എണ്ണാനുള്ളത്. അതിൽ ഏതാണ്ട് പകുതിയോളം റൗണ്ടുകൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഒരു വ്യക്തമായ മേൽക്കൈയിലേക്ക് മമതാ ബാനർജി പോയിട്ടുണ്ട്. മമതാ ബാനർജിയുടെ സ്വന്തം മണ്ഡലമായ ഭവാനിപൂർ ഒരിക്കൽ കൂടി മമതയെ വിജയത്തിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രി കസേരയിൽ പദവി ഉറപ്പിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം. ചന്ദ്രിക വിവാദം, ED അന്വേഷണം, ഹരിത വിഷയങ്ങൾ എന്നിവയൊന്നും ചർച്ചയായില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചു. സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾ പ്രവർത്തക സമിതിയിൽ ഉണ്ടായില്ല. ഹരിതയിലെ പെൺകുട്ടികൾ ഇപ്പോഴും ലീഗിന്റെ ഭാഗമാണെന്ന് മുനീർ. അവരുമായുള്ള ചർച്ച അടഞ്ഞ അധ്യായമാണ്. വനിതാ കമ്മീഷൻ കൊടുത്ത പരാതിയിൽ എന്ത് വേണമെന്ന് ഹരിത പ്രവർത്തകർക്ക് തീരുമാനിക്കാമെന്നും മുനീർ പറഞ്ഞു. വനിതാ കമ്മീഷനിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അത് അടഞ്ഞതാണോ തുറന്നതാണോ എന്ന് അവരാണല്ലോ തീരുമാനിക്കേണ്ടത്. അവരുടെ പരാതിക്ക് തീരുമാനം എടുത്തിട്ട് പോയതാണല്ലോ അവർ പാർട്ടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ചർച്ച ഒരടഞ്ഞ അധ്യായമാണെന്നാണ് പറഞ്ഞത്. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച് സുരേഷ് ഗോപി. ഇപ്പോൾ ചെയ്യുന്ന ജോലി തുടരാൻ അനുവദിക്കണം. PP മുകുന്ദനുമായി സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലെ സംഘടനയിൽ ഞാൻ എൻ്റെ നേതാക്കന്മാർ അവർക്ക് കൊടുത്ത ഒരു MP അത്രയേ ഉള്ളൂ. അതങ്ങനെ തന്നെ നിൽക്കും. പാർട്ടി നേതൃസ്ഥാനത്തേക്കില്ല, ഒരിക്കലുമില്ല.
പക്ഷെ വരേണ്ടി അങ്ങനെ ഇതിൽ കൂടുതൽ ഞാൻ ഇനി വളർത്തി കാണിക്കണം. അല്ല, ഒരു ക്രൗഡ് പുള്ളറായി അങ്ങ് വന്നാൽ ഉണ്ടാകുന്ന അണികൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ക്രൗഡ് പുള്ളിങ് അല്ല ഇതിന് വേണം. എനിക്ക് ഈ ജോലി ചെയ്യാനാണ് ഇഷ്ടം. ഈ ജോലി നല്ല ശക്തമായി ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി അതും കൂടി അറിയേണ്ടത്. ഒരിക്കലും ഇല്ല, വേണ്ട, എനിക്ക് വേണ്ട, എനിക്കത് ആവശ്യമില്ല എന്ന്. അതിന് യോഗ്യരായ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് അവർ വരട്ടെ. സംസ്ഥാനത്തെ കോളേജുകൾ നാളെ തുറക്കും. ഹാജർ നിർബന്ധമാക്കില്ലെന്നും സൗകര്യമുള്ള കോളേജുകളിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലല്ലാതെ ബിരുദ കോഴ്സുകൾ നടത്താമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ന്യൂസ് 18 പറഞ്ഞു. ബിരുദാനന്തര ബിരുദതലത്തിൽ മുഴുവൻ കുട്ടികളെയും ഉൾക്കൊള്ളിച്ചാണ് ക്ലാസുകൾ നടക്കുക. കോളേജിലെ അണുനശീകരണവും ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി. 1.5 വർഷം നീണ്ട ഓൺലൈൻ ക്ലാസുകൾക്ക് ശേഷമാണ് സംസ്ഥാനത്തെ കോളേജുകളിൽ അധ്യയനം ആരംഭിക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ പ്രത്യേക ക്രമീകരണങ്ങളാണ് കോളേജുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗകര്യമില്ലാത്ത കോളേജുകളിൽ ബിരുദ ക്ലാസുകൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നടത്താനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പകുതി വീതം വിദ്യാർത്ഥികളെ ഓരോ ബാച്ചാക്കി ഇടവിട്ട ദിവസങ്ങളിലോ പ്രത്യേക ബാച്ചുകളാക്കി ദിവസേനയോ ക്ലാസ് നടത്തണം. ക്ലാസുകൾക്ക് സമയക്രമവും നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 8:30 മുതൽ 1:30 വരെ, 9 മുതൽ 3 വരെ, 9:30 മുതൽ 3:30 വരെ, 10 മുതൽ 4 വരെ. ഇവയിലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം കോളേജ് കൌൺസിലുകൾക്കാണ്. ആഴ്ചയിൽ 25 മണിക്കൂർ ക്ലാസ് എന്ന കണക്കിൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഉൾപ്പെടുത്തിയാണ് ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ദിവസേന 6 മണിക്കൂർ ക്ലാസ് തുടരും. കോളേജുകളിൽ ഹാജർ നിർബന്ധമാക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. ഈ മാസം 18 മുതൽ മുഴുവൻ ക്ലാസുകളും ആരംഭിക്കാൻ തീരുമാനമെടുത്തിട്ടില്ല. കോളേജ് തുറന്നതിനു ശേഷമുള്ള സാഹചര്യം പരിശോധിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്നും മന്ത്രി പറഞ്ഞു. ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ആദ്യം തുറന്നു കൊടുക്കുന്നത്. അവരെ ഈ സുരക്ഷിത അകലം പാലിക്കാവുന്ന വിധത്തിൽ ക്ലാസ് നടത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വിസ്താരമേറിയ ക്ലാസ്സുകളാണെങ്കിൽ അവരെ ഒന്നിച്ച് തന്നെ ക്ലാസ്സിലിരുത്താം. അതല്ലെങ്കിൽ 2 ബാച്ചുകളായിട്ട് 2 സെഷനുകളിലായിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കാം. അങ്ങനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കോളേജ് ഹോസ്റ്റലുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വാക്സിനേഷൻ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ആനച്ചാലിൽ 6 വയസ്സുകാരനെ ചുറ്റിക അടിച്ചു കൊന്നു. അൽതാഫ് റിയാസ് ആണ് കൊല്ലപ്പെട്ടത്. ബന്ധുവാണ് ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പരിക്കേറ്റ് 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രിൻസ് ആണ് ചെയ്തത്. പ്രിൻസ്, ഈ അക്രമിയായ ബന്ധുവിനെ പോലീസ് പിടിയിലായിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? അക്രമി ഇതുവരെ പോലീസിൽ പിടിയിലായിട്ടില്ല. അദ്ദേഹം കൃത്യം നിർവഹിച്ച ശേഷം ഇവിടുന്ന് കടന്നുകളഞ്ഞതായിട്ടാണ് വിവരം. പോലീസ് സംഭവ സ്ഥലത്തുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. പുലർച്ചയോടെ 6 മണിയാണ് നാട്ടുകാർ അറിയുന്നത്, വിവരം അറിയുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അൽതാഫിന്റെ തലയ്ക്ക് ചുറ്റിക ഉപയോഗിച്ച് മതിക്കുകയായിരുന്നു ചെയ്തത്. അൽതാഫിനോടൊപ്പം അൽതാഫിന്റെ മാതാവ് സഫിയ, മുത്തശ്ശി, സഹോദരി എന്നിവർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. സഫിയയുടെ സഹോദരിയുടെ മകൻ ഭർത്താവാണ് ഈ കൃത്യം നടത്തിയ ഷാൻ. ഈ ഷാനും ഇവരുടെ കുടുംബവുമായിട്ട് ചില കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു കൃത്യം നടന്നത്. പണ്ടിപ്പയാർ സ്വദേശിയാണ് ഷാൻ. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിയത്. തുടർന്ന് ആക്രമണം നടത്തുകയായിരുന്നു. പ്രതി വെള്ളത്തോൾ പോലീസ് സംഭവ സ്ഥലത്തുണ്ട്. വടക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. കോഴിക്കോട് മുക്കം ടൗണിൽ കടകളിൽ വെള്ളം കയറി സാധനങ്ങൾ നശിച്ചു. ഇന്നലെ രാത്രി ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി. കാരപ്പറമ്പ് LIC ഫ്ളാറ്റിന് സമീപം ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വയനാട് പാതയിൽ പലയിടത്തും രാത്രി ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇന്നലെ വൈകുന്നേരം മരുതോം മല ഹൈവേയിൽ പാലക്കൊല്ലി വെള്ളച്ചാട്ടത്തിന് സമീപം വനത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാര്യമായ നാശനഷ്ടമില്ല. രാത്രി ഉണ്ടായ ശക്തമായ മഴയിൽ വെസ്റ്റ് എലേരി കോട്ടമല പട്ടികവർഗ കോളനിയുടെ സുരക്ഷാ മതിൽ തകർന്നു. ഇന്നലെ വൈകുന്നേരം കൊന്നക്കാടി വനത്തിൽ കാണാതായ 15കാരനെ വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തി. വനത്തിനുള്ളിൽ നിന്നാണ് ലിജീഷിനെ രാവിലെ കണ്ടെത്തിയത്. വീട്ടിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ നന്നാക്കാൻ പോയപ്പോൾ കാട്ടിനുള്ളിൽ വഴിതെറ്റുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാവും. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു.
പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 6-ാം തീയതി വരെ മഴ തുടരും. കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിന് 25 പൈസയും ഡീസലിന് 32 പൈസയും കൂട്ടി. തിരുവനന്തപുരത്ത് പെട്രോളിന് 104 രൂപ 63 പൈസ, ഡീസലിന് 95 രൂപ 99 പൈസ. കൊച്ചിയിൽ പെട്രോളിന് 102 രൂപ 73 പൈസ, ഡീസലിന് 95 രൂപ 85 പൈസ. കോഴിക്കോട്ട് പെട്രോളിന് 102 രൂപ 84 പൈസ, ഡീസലിന് 95 രൂപ 99 പൈസ. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തതിന് ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ കസ്റ്റഡിയിൽ. ആര്യൻ ഖാൻ അടക്കം 13 പേരാണ് പിടിയിലായത്. ഇവരെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്യുകയാണ്. അഭിലാഷ് വിശദാംശങ്ങൾ. ലഹരിമരുന്ന് പാർട്ടിയിൽ പങ്കെടുത്തതിനാണ് ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുംബൈ തീരത്ത് ഒരു ക്രൂയിസ് കപ്പലിൽ നടന്ന ലഹരിമരുന്ന് പാർട്ടിയിൽ പങ്കെടുത്ത 13 പേരെയാണ് ഇന്നലെ NCB പിടികൂടിയത്. ഇതിൽ 3 സ്ത്രീകളും ഉണ്ട്. എന്നാൽ ആര്യൻ ഖാനെതിരെ ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ല. ആര്യൻ ഖാന്റെ ഫോൺ വിശദമായി പരിശോധിച്ചു വരികയാണ്. മുംബൈ തീരത്ത് കോർഡിലിയ ക്രൂയിസ് എന്ന ആഡംബര കപ്പലിലാണ് ലഹരി പാർട്ടി നടന്നത്. ഇവരിൽ നിന്ന് കൊക്കൈൻ, ഹാഷിഷ്, MDMA തുടങ്ങിയ നിരോധിത മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പാർട്ടിയുടെ ഭാഗമായി, അതായത് ഈ ലഹരി കടത്തിൽ ഈ കണ്ണിയിൽ ഉള്ള ആളുകൾ ആരൊക്കെ, മറിച്ച് ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട് എത്തിയിട്ടുള്ള ആളുകൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇനി സംഘത്തിന് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആര്യൻ ഖാന്റെ ഫോൺ അടക്കം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ ഇദ്ദേഹത്തിന് ഈ ലഹരി കണ്ണിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അതെയോ ഈ പാർട്ടിയിൽ മാത്രമായി അദ്ദേഹം പങ്കെടുത്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകും. ശരി. പതിനഞ്ചാം കേരള നിയമസഭയുടെ 3ാമത് സമ്മേളനത്തിന് നാളെ തുടക്കമാവും. 24 ദിവസം ചേരുന്ന സഭ പൂർണ്ണമായി നിയമനിർമ്മാണത്തിനാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മോൺസൺ വിഷയവും ബിഷപ്പിന്റെ പ്രസ്താവനയും അടക്കമുള്ള സമീപകാല വിവാദങ്ങളെല്ലാം സഭയിലും പ്രതിഫലിച്ചേക്കും. നാളെ മുതൽ നവംബർ 12 വരെ 24 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം നിയമമാക്കാനാവാതെ ഓർഡിനൻസുകളായി തുടരുന്ന ബില്ലുകളുടെ അവതരണമാണ് നിയമസഭയിലെ മുഖ്യ അജണ്ട. 14ഓളം ബില്ലുകൾ ചർച്ച ചെയ്ത് നിയമമാക്കണം. സഭയുടെ പതിവ് നടപടിക്രമങ്ങളുടെ ഭാഗമായി മറ്റു വിഷയങ്ങളും നിയമസഭയിൽ ചർച്ചയാവും. മോൺസൺ കേസും പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയും കോവിഡ് പ്രതിരോധവും അടക്കമുള്ള വിഷയങ്ങൾ സഭയിലുമെത്തും. കോവിഡ് വ്യാപനം കുറഞ്ഞതും കൂടുതലിടങ്ങൾ തുറന്നുകൊടുത്തതുമെല്ലാം സർക്കാരിന് സഭയിൽ നേട്ടമാകും. മോൺസൺ കേസിലെ പോലീസ് വീഴ്ച പ്രതിപക്ഷം ആയുധമാക്കിയാൽ KPCC പ്രസിഡന്റിനെതിരായ അന്വേഷണമാണ് സർക്കാരിന്റെ മറുപടി. ഇരു മുന്നണികളും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ബിഷപ്പ് വിവാദം സഭയിലെത്തിയാൽ മുന്നണികളെടുക്കുന്ന നിലപാട് പ്രസക്തമാണ്. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും മുന്നണി ധാരണയ്ക്ക് വിരുദ്ധമായി സഭയിൽ അഭിപ്രായം പറയുമോ എന്നതും ഉറ്റുനോക്കപ്പെടുന്നു. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുമെങ്കിലും സന്ദർശക ഗാലറിയിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രിത പ്രവേശനം അനുവദിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലയിൽ വിദ്യാർത്ഥിനിയെ കഴുത്തെടുത്ത് കൊന്ന സംഭവത്തിൽ പ്രതിക്ക് കൃത്യം ചെയ്യാൻ പരിശീലനം കിട്ടിയോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് തുടരന്വേഷണം നടത്താനാണ് തീരുമാനം. മറ്റാരുടെയെങ്കിലും സഹായം സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതി നൽകിയ മൊഴി. ഒറ്റക്കുത്തിൽ മർമ്മസ്ഥാനങ്ങളടക്കം തകർത്ത് നടത്തിയ കൊലപാതകം. പ്രതി വളരെ കൃത്യമായി ഇതെങ്ങനെ നടപ്പിലാക്കിയെന്ന സംശയമാണ് പോലീസിനുള്ളത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ അടക്കം കൊലപാതകത്തിലെ കൃത്യതയാണ് ചൂണ്ടിക്കാട്ടിയത്. ഇതോടെയാണ് പ്രതി പരിശീലനം നേടിയിരുന്നോ എന്ന സംശയം ഉയരുന്നത്. നേരിട്ടല്ലാതെ ഓൺലൈൻ സംവിധാനം വഴി പഠിച്ചതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. അതിനായി പ്രതിയുടെ മൊബൈൽ ഫോണിൽ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് ആരുടെയും സഹായം ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല എന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പോലീസ് തീരുമാനം. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി നാളെ കൂത്താട്ടുകുളത്ത് തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കും. പരമാവധി തെളിവുകൾ സമാഹരിച്ച് വളരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനം. പാലാ ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിൽ CI KP തോംസണാണ് കേസ് അന്വേഷിക്കുന്നത്. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കേരളത്തിൽ അടുത്തിടെ വിൽപ്പന നടത്തിയ മത്സ്യബന്ധന ബോട്ടുകളെക്കുറിച്ച് അന്വേഷിച്ച് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ. നീണ്ടകരയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയ ബോട്ട് മനുഷ്യക്കടത്തിന് ഉപയോഗിച്ചെന്ന നിഗമനത്തെ തുടർന്നാണ് വിവിധ ഏജൻസികളുടെ അന്വേഷണം. അതേസമയം തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കൊല്ലത്തെത്തി ബോട്ട് ഉടമകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു.